പത്തനംതിട്ട നാലാം തവണയും ആന്റോ ആന്റണിക്കൊപ്പം ഉറച്ചുനിന്നു. 66,064 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആന്റോ ആന്റണി വിജയിച്ചത്. LDF രണ്ടാം സ്ഥാനത്തും NDA മൂന്നാം സ്ഥാനത്തുമാണ്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കൃത്യമായ ലീഡ് നിലനിർത്തി. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് ആന്റോ ആന്റണിയെ മറികടക്കാനായില്ല. വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം 66,064 വോട്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളാണ് LDFന്റെയും NDAയുടെയും തോൽവിക്ക് കാരണമെന്ന് ആന്റോ ആന്റണി പറഞ്ഞു. ആന്റോ ആന്റണി 3,67,210 വോട്ട് നേടി. 6,666 പോസ്റ്റൽ വോട്ടും UDFന് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് 3,01,146 വോട്ട് നേടി രണ്ടാം സ്ഥാനത്തായി. 3,616 പോസ്റ്റൽ വോട്ട് തോമസ് ഐസക്കിന് ലഭിച്ചു. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് 2,34,098 വോട്ട് ലഭിച്ചു. 3,234 പോസ്റ്റൽ വോട്ടുകൾ അനിൽ ആന്റണിക്ക് ലഭിച്ചു. പത്തനംതിട്ടയിൽ തുടർച്ചയായി നാലാം തവണയും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വിജയിച്ചിരിക്കുകയാണ്. UDF പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.